അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ സൊല്യൂഷൻസിന് 2 കമ്പോണൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്. സോൾവെൻറ്റ് സൊല്യൂട്ടാണ് സൊല്യൂഷൻ്റെ 2 കമ്പോണൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സോൾവെൻ്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? സോൾവെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സൊല്യൂഷനിലുള്ളത് ഏതാണോ അതാണ് സോൾവെൻറ്റ്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ നേച്ചർ എന്താണ്, സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് ഫേസ് ഗ്യാസ് ആയിരുന്നെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ മൊത്തം എന്തായിരിക്കും? ഗേഷ്യസ് സൊല്യൂഷൻ ആയിരിക്കും. സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലിക്വിഡ് ആകുമ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് കിട്ടും. സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻസും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേഷ്യസ് സൊല്യൂഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഗേഷ്യസ് സൊല്യൂഷൻ ആകുമ്പോൾ സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഗ്യാസ് ആണെന്ന് മനസ്സിലായി. ഇനി ഗ്യാസിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗേഷ്യസ് സോൾവെൻ്റ് എടുത്തിട്ട് അതിനകത്ത് സൊല്യൂട്ട് ഗ്യാസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ എക്സാമ്പിളാണ്. അപ്പം അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ ഗ്യാസുകളുണ്ട്? ഓക്സിജൻ, ഡിഫറെൻറ്റ് ഗ്യാസസുകളുടെ ഒരു മിക്സ്ചറാണല്ലോ എയർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ഫോർ ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്യാസ് തന്നെ സോൾവെൻ്റ് ആയിട്ട് വന്നു, ലിക്വിഡാണ് സൊല്യൂട്ടായിട്ട് വരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. ക്ലോറോഫോം എന്ന് പറയുന്നത് ഒരു വോളട്ടൈൽ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അപ്പോൾ പെട്ടെന്ന് അത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറും. അപ്പോൾ ക്ലോറോഫോം വേപ്പേഴ്സും നൈട്രജൻ ഗ്യാസും കൂടി മിക്സ് ചെയ്തൊരു മിക്സ്ചറിനെ നമുക്ക് ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് സോളിഡ് ഇൻ ഗ്യാസ്. സോളിഡ് സൊല്യൂട്ട് ഗ്യാസ് സോൾവെൻറ്റ് ഗ്യാസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ വരുന്നതാണ് ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസ് ആണ് അവിടെ സോൾവെൻറ്റ്, ക്യാംഫർ ആണ് സൊല്യൂട്ട്. ക്യാംഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർപ്പൂരാണ്. കർപ്പൂരം അല്ലെങ്കിൽ ക്യാംഫറിൻ്റെ ഒരു പ്രോപ്പർട്ടി, മെയിനായിട്ട് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ അല്ലെങ്കിൽ സബ്ലൈം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ്സ് ഡയറക്റ്റ്ലി വേപ്പർ സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാംഫർ പെട്ടെന്ന് അതിൻ്റെ വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകും. അങ്ങനെ ഗ്യാസ് ആയിട്ട്, നൈട്രജൻ ഗ്യാസ് ആയിട്ട് മിക്സ് ചെയ്ത ഒരു കോമ്പോസിഷന് നമുക്ക് സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് നോക്കാം. ആദ്യത്തേൽ ലിക്വിഡാണ് സോൾവെൻറ്റ്, ഗ്യാസ് ആണ് സൊല്യൂട്ടായിട്ട് വരുന്നത്. എക്സാമ്പിൾ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അക്വാട്ടിക് ലൈഫ് എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യണേ? അക്വാട്ടിക് ലൈഫ് അവിടെ നിലനിന്ന് പോകണമെങ്കിൽ അവർ ശ്വസിക്കുന്നത് വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജനാണ്. അപ്പോൾ വാട്ടറിൽ പലതരം ഗ്യാസസ് ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് വാട്ടറിൽ ഡിസോൾവ് ആവുന്നത് ഒരു ഗ്യാസിൽ ലിക്വിഡ് മിക്സ്ചർ അല്ലെങ്കിൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ഗ്യാസ്. ഓക്കെ, അപ്പോൾ അതാണ് ഗ്യാസ് ഇൻ ലിക്വിഡിൻ്റെ എക്സാമ്പിൾ. ഇനി ലിക്വിഡ് ഇൻ ലിക്വിഡ്, രണ്ടും ലിക്വിഡാണ്. സോൾവെൻറ്റും ലിക്വിഡാണ്, സൊല്യൂട്ടും ലിക്വിഡാണ്. അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ആൽക്കഹോൾ ഇൻ വാട്ടർ അല്ലെങ്കിൽ എത്തനോൾ. എത്തനോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളാണ്. ആൽക്കഹോളും വാട്ടറും കൂടി ഹോമോജീനിയസ് മിക്സ്ചർ ഫോം ചെയ്യും. അപ്പോൾ ആൽക്കഹോളും വാട്ടറാണ്, വാട്ടറും ലിക്വിഡാണ്. ആൽക്കഹോൾ ലിക്വിഡാണ്, വാട്ടറും ലിക്വിഡാണ്. സോ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് കിട്ടും. ഇനി അടുത്തത് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡാണ് മെയിനായി സോൾവെൻറ്റ്, സൊല്യൂട്ട് സോളിഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഡിസോൾവ് ഇൻ വാട്ടർ ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അതിനകത്ത് സൊല്യൂട്ട് എന്തായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയും. ഓക്കെ, അടുത്ത സോളിഡ് സൊല്യൂഷൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. സോൾവെൻ്റ് എന്തായാലും സോളിഡ്സ് ആയിരിക്കും. സൊല്യൂട്ട് ഗ്യാസ് ആവുമ്പോൾ സോളിഡിൽ ഗ്യാസ്. ഈ നമ്മൾ നോർമലി സോളിഡ് സൊല്യൂഷൻസിൽ വരുന്നത് ഈ അലോയ്സുകളൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അലോയ്സ് അല്ല, ആദ്യത്തെ എക്സാമ്പിൾ സോളിഡ് ഇൻ ഗ്യാസ് ഇൻ സോളിഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ പല്ലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് റിയാക്ഷൻസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ് പല്ലേഡിയം, പ്ലാറ്റിനം ഒക്കെ. ഇതിൻ്റെ സർഫസിൽ ഹൈഡ്രജൻ ഗ്യാസ് വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ
ഫോം ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്, ഒരു കോമ്പോസിഷനെ പറയുന്നതാണ് നമ്മൾ ഗ്യാസ് ഇൻ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പലേഡിയം പ്ലാറ്റിനം ഒക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് കാറ്റലിസ്റ്റ് ആണ്. അവരുടെ സർഫസിൽ നമ്മുടെ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്ത് അങ്ങനെ ഗ്യാസ് ആണല്ലോ ഹൈഡ്രജൻ, അപ്പോൾ ഗ്യാസ് ഇൻ സോളിഡ് സൊല്യൂഷൻസ് ഫോം ചെയ്യും. അടുത്ത എക്സാമ്പിൾ ലിക്വിഡ് ഇൻ സോളിഡിൻ്റെ എക്സാമ്പിളാണ് അമാൽഗം ഓഫ് മെർക്കുറി. മെർക്കുറി എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിരിക്കുന്ന ഒരു മെറ്റലാണ്. ഓൺലി മെറ്റൽ ടു ഹാവ് ലിക്വിഡ് സ്റ്റേറ്റ് ഇൻ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിരിക്കുന്ന ഒരു മെറ്റലാണ് മെർക്കുറി എന്ന് പറയുന്നത്. മെർക്കുറി, സോഡിയം ആൽക്കലൈൻ മെറ്റൽസ് ആണ്. ആൽക്കലൈൻ മെറ്റൽസ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു അലോയിനെ പറയുന്നതാണ് അമാൽഗം എന്ന് പറയുന്നത്. അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോളിഡ്. അപ്പോൾ അവിടെ മെർക്കുറി എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, അത് ലിക്വിഡ് ഫോമിലാണ്. സോഡിയം ഒരു മെറ്റലാണ്, അത് സോളിഡ് ഫോമിലാണ്. അപ്പോൾ ലിക്വിഡ് ആൻഡ് സോളിഡിൻ്റെ എക്സാമ്പിളാണ് അമാൽഗം ഓഫ് മെർക്കുറി ആൻഡ് സോഡിയം. ഓക്കെ, ഈ സോളിഡ് ഇൻ സോളിഡ് നമ്മൾ നോർമലി കാണുന്ന എല്ലാ അലോയ്സും സോളിഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ബ്രാസ്, ബ്രോൺസ്, കുറേ മെറ്റൽസിൻ്റെ ഹോമോജീനിയസ് മിക്സറാണല്ലോ അലോയ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ് പ്യുവർ സ്റ്റേറ്റിൽ 24 കാരറ്റ് ഗോൾഡ് അല്ല നമ്മൾ ജ്വല്ലറി ഒക്കെ മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, 22 കാരറ്റ്. അപ്പോൾ അതിനകത്ത് മിക്സ് ആണ് വരുന്നത്. ഗോൾഡും അല്ലെങ്കിൽ കോപ്പറും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ഗോൾഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സറാണ് അവിടെ ഫോം ചെയ്യുക. അപ്പോൾ അത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. അപ്പോൾ അതിനകത്ത് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം, നമുക്ക് ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് പറയാൻ സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, നമ്മളപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആണെന്ന് പറയാം. ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ സ്പൂൺ മാത്രം സോൾട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് ഡൈല്യൂട്ടായിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ കിട്ടും. പക്ഷെ നമ്മൾ ഒരു 3, 4, 5, 6 സ്പൂൺ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷനായി. അപ്പോൾ നമുക്ക് ഡൈല്യൂട്ട് കോൺസെൻട്രേഷൻ അങ്ങനെ പറഞ്ഞ് നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി സ്പെസിഫിക് ആയിട്ട് ഇത്രയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടേംസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ട് പെർ 100 grams ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ടേം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയിലായിരിക്കും, 100ലായിരിക്കും, ഔട്ട് ഓഫ് 100. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 gram ഓഫ് സൊല്യൂഷൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 100 gram ആയിരിക്കും. അതിൽ എന്തോരം പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ എന്തോരം സൊല്യൂട്ട് അല്ലെങ്കിൽ ഏതാണ് കമ്പോണൻറ്റ് അത് ഇത്രയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, അതാണ് മാസ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ആയിരിക്കും നോക്കുക, വെയിറ്റ് ബൈ വെയിറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് മാസ് പെർസെൻറ്റേജിൻ്റെ. മാസ് ഓഫ് കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ നമുക്കിപ്പോൾ 10 gram ആണ് തന്നിരിക്കുന്നത് സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾട്ട്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 10% സൊല്യൂഷൻ ഗ്ലൂക്കോസ് സൊല്യൂഷനാണ്. അതായത് 10 gram ഗ്ലൂക്കോസ് 90 gram ഓഫ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 100 gram സൊല്യൂഷൻ കിട്ടും. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷന് നമ്മൾ പറയുന്ന പേരാണ് 10% വെയിറ്റ് ബൈ വെയിറ്റ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ. ഓക്കെ, ഇനി 100ലേക്ക് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കാരണം പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തൊരു കോൺസെൻട്രേഷൻ ടേമാണ് വോളിയം പെർസെൻറ്റേജ്. നമ്മൾ നേരത്തെ പഠിച്ചത് മാസ് പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. വോളിയം ഓഫ് കമ്പോണൻറ്റ് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. 100 ml എന്തോരം സോൾവെൻറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ട് പ്രസൻ്റ് ആണ് എന്നുള്ളതിൻ്റെ കോൺസെൻട്രേഷൻ ടേമാണ് വോളിയം പെർസെൻറ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് കമ്പോണൻറ്റ്
ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻറ്റു 100 ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 10% എത്തനോൾ സൊല്യൂഷൻ, 10% വോളിയം ബൈ വോളിയം എത്തനോൾ സൊല്യൂഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്യാം. 10 ml എത്തനോൾ എടുക്കുക, എന്നിട്ട് 90 ml വാട്ടറിൽ അത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10% വോളിയം ബൈ വോളിയം ഓഫ് എത്തനോൾ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അതാണ് വോളിയം പെർസെൻറ്റേജ്. ഇനി അടുത്ത ഒരു ടേമാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? മാസ് ഓഫ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. മാസ് ബൈ വോളിയം അല്ലേ? മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ 3 പഠിച്ചത് പെർസെൻറ്റേജ് കോൺസെൻട്രേഷനാണ്. പെർസെൻറ്റേജിൽ എങ്ങനെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം, മാസ് പെർസെൻറ്റേജിൽ, വോളിയം പെർസെൻറ്റേജിൽ, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് PPM, പാർട്സ് പെർ മില്യൺ. മില്യൺസിൽ എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ കമ്പോണൻറ്റ് പ്രസൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു ടേം, ഈ ടേം ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പൊല്യൂഷനൊക്കെ ഭയങ്കര പാർട്സ് പെർ മില്യണിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും ഒക്കെ. അപ്പോൾ അങ്ങനെ ഭയങ്കര മൈന്യൂട്ടായിട്ട് ഉള്ള ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. പാർട്സ് പെർ മില്യണിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണൻറ്റ്. കുറേ കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാ കമ്പോണൻറ്റിനും ടോട്ടൽ വോളിയം എടുക്കുക. അപ്പോൾ ഇൻറ്റു 10⁶. മില്യണിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പോൾ 10⁶ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഇക്വേഷൻ. ഇനി അതിനെ സൊല്യൂട്ട് സിംപ്ലിഫൈഡ് ആയിട്ടൊരു ഫോമിലേക്ക് നോക്കുകയാണെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁶ എന്നാണെങ്കിലും നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ളത്, സിംപ്ലിഫൈഡ് ഫോമാണ് ഈ ഇക്വേഷൻ. എക്സാമ്പിൾ ഇത് യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ, വാട്ടർ പൊല്യൂഷനിൽ, പിന്നെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടറിൻ്റെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് PPM, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. മില്യണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10⁶ മൾട്ടിപ്ലൈ ചെയ്ത്. അവിടെ നേരത്തെ നമ്മൾ കണ്ടത് പെർസെൻറ്റേജ് ആയിരുന്നു, അപ്പോൾ ഇൻറ്റു 100 ചെയ്തു. ഇനി പഠിക്കാൻ പോകുന്ന 3 ടേംസ് നമ്മൾ ഇനി ഫർദർ കെമിസ്ട്രിയിൽ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ടേംസുകളാണ്, കോൺസെൻട്രേഷൻ ടേംസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 3 കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് കൈ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. കൈ എന്ന് പറയുന്ന ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ എന്നിട്ടാ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ്. ഒരു കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ വോളിയം, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണൻറ്റ്. ഒരു റേഷ്യോ ആണ് ഒരു കമ്പോണൻറ്റിൻ്റെ വിത്ത് ടോട്ടൽ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതും അങ്ങനെ തന്നെയാണ്, സൊല്യൂട്ടിൻ്റെ റേഷ്യോ വിത്ത് ടോട്ടൽ വോളിയം അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ. അതേപോലെ തന്നെ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണൻറ്റ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പം എക്സ് എത്ര കമ്പോണൻറ്റ് ഉണ്ടെന്ന് നോക്കാം. കമ്പോണൻറ്റ് 2 ആണെങ്കിൽ എ എന്ന് പറയുന്നതാണ് ആദ്യത്തെ കമ്പോണൻറ്റ് എങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ്, റേഷ്യോ ആണല്ലോ, ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പോണൻറ്റ്. ഇവിടെ 2 കമ്പോണൻ്റ് ഉള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ എടുക്കണമെങ്കിൽ Na ആൻഡ് Nb അതാണ് Na + Nb ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷനിലുള്ളത്. എന്നയുടെ മോൾ ഫ്രാക്ഷൻ Na എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. ഈ നമ്പർ ഓഫ് മോൾസ് N
എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതിൻ്റെ മോളാർ മാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സൊല്യൂട്ട് NaOHൻ്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് ആണ് പറഞ്ഞേക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ W തന്ന വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് NaOH ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അങ്ങനെ നമുക്ക് അക്വസ് സൊല്യൂഷൻ ആണെങ്കിൽ NaOHൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻ ദാറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മോൾ ഫ്രാക്ഷൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. കാരണം ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. മോൾസ് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മാറില്ല. ഓക്കെ, വോളിയം ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വോളിയം മാറും. പക്ഷേ വെയിറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരിക്കലും ടെമ്പറേച്ചർ അനുസരിച്ച് മാറില്ല. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കോൺസെൻട്രേഷൻ ടേം ആണ്. ഇവിടെ കൊടുത്തിരുന്നത് ഒരു ബൈനറി സൊല്യൂഷനിൽ എങ്ങനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ എക്സ്പ്രസ് ചെയ്യാമെന്നാണ്. ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, 2 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ കമ്പോണൻറ്റ് Na എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആദ്യത്തെ A കമ്പോണൻറ്റിൻ്റെ, Nb എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് B. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A എന്ന് പറയുന്നത് എന്തായിരിക്കും? Na പ്ലസ് Nb. മോൾ ഫ്രാക്ഷൻ ഓഫ് B എന്തായിരിക്കും? Nb പ്ലസ് Na. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് all components. ഓക്കെ, ഇനി സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ കമ്പോണൻസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. നമ്മൾ പറഞ്ഞു റേഷ്യോ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോസ് ഒക്കെ എല്ലാം കൂടി സം ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും ടോട്ടൽ കിട്ടുക. ഇപ്പോൾ ബൈനറി സൊല്യൂഷൻ ആകുമ്പോൾ 2 കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1 കിട്ടും. ടെർണറി ആണെങ്കിൽ 3 കമ്പോണൻറ്റിനെയും കൂടി മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിട്ടും. അപ്പോൾ ഇഫ് എ സൊല്യൂഷൻ കണ്ടെയ്ൻ i number of components ഉണ്ടെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ സം chi1 പ്ലസ് chi2 പ്ലസ് എക്സെട്ര chi വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ്റെ സം എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, അതും ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് മൊളാരിറ്റി. ക്യാപിറ്റൽ M വെച്ച് ഡിനോട്ട് ചെയ്യും. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നമ്മൾ മൊളാലിറ്റിയും മാറിപ്പോകുന്ന 2 ടേമുകളാണ്. ഇനി പഠിക്കാൻ പോകുന്ന മൊളാലിറ്റിയും ഈ പഠിക്കുന്ന മൊളാരിറ്റിയും ഒക്കെ മാറിപ്പോകുന്നതാണ്. സൂക്ഷിച്ച് പഠിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിലാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊക്കെ സൊല്യൂഷനിലാണ്. മൊളാലിറ്റി പഠിക്കാൻ പോകുന്നത് സൊല്യൂട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കുക. 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ആണോ അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് മൊളാരിറ്റി കൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. NB ബൈ V ഇൻ ലിറ്റർ. ഇനി അത് മില്ലി ലിറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്ക് മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് NB എന്ന് പറയുന്നതിൻ്റെയും ഇക്വേഷൻ ഓൾറെഡി നമ്മൾ നേരത്തെ മോൾ ഫ്രാക്ഷനിൽ കണ്ടു. W ബൈ മോളാർ മാസ്, വെയിറ്റ് ബൈ മോളാർ മാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിംപ്ലിഫൈഡ് ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂഷ്വലി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ WB എന്ന് പറയുന്നത് ബിയുടെ സൊല്യൂട്ടിൻ്റെ, ബി യൂഷ്വലി നമ്മൾ സൊല്യൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്നത് സോൾവെൻറ്റ്. അപ്പോൾ ബിയുടെ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ബൈ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ഇൻറ്റു വോളിയം ഇൻ ml, സൊല്യൂഷൻ്റെ വോളിയം ml ഇൻറ്റു ഓൾ ഇക്വേഷൻ ഇൻറ്റു 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂഷ്വലി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുക. ഈ ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിച്ച് എഴുതി വയ്ക്കുക. ഓക്കെ, നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് മൊളാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ടൈമാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലിറ്റർ ഓഫ് സൊല്യൂഷനിലായിരുന്നു, ഇവിടെ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ. 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ആണോ അതിൻ്റെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേമാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട്
ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg. ഇനി അതിനെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ NB/WA ഇൻ kg. NB എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. B എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി സൊല്യൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. WA എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ഇൻ kg. വെയിറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഗ്രാമിൽ അല്ലെങ്കിൽ കിലോഗ്രാമിലായിരിക്കും. ബട്ട് വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg. ഇനി അതിനെ നമ്മൾ NBക്ക് പകരം വെയിറ്റ് ബൈ മോളാർ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. WB/MB. WB എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, MB എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ kg. ഇനി തന്നിരിക്കുന്ന വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് ഗ്രാമിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓൾറൈറ്റ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. സൊല്യൂഷൻസ് എങ്ങനെ ഫോം ചെയ്യാം? ഒരു സോൾവെൻ്റ് എടുത്തിട്ട് അതിൽ സൊല്യൂട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാട്ടർ എടുത്ത് സോൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾട്ട് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ സോൾട്ട് ഈ വാട്ടറിൽ ഡിസോൾവ് ആവോ, സൊല്യൂബിൾ ആണോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് സൊല്യൂഷൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. സൊല്യൂഷൻസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സൊല്യൂബിലിറ്റി എന്താ? Solubility is the maximum amount of substance അല്ലെങ്കിൽ solute that can be dissolved in a specific amount of solvent. ഒരു സോൾവെൻറ്റിൽ എന്തോരം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ ഒരു വാല്യൂ ആണ്, അതിൻ്റെ ഒരു കാൽക്കുലേറ്റിംഗ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു ടേമാണ്. അത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് സൊല്യൂബിലിറ്റി മാറും. ടെമ്പറേച്ചർ ബേസ് ചെയ്ത് നമ്മൾ സൊല്യൂബിലിറ്റി പല കോമ്പൗണ്ടുകളുടെ പല സൊല്യൂഷൻസിൻ്റെ സൊല്യൂബിലിറ്റി മാറും. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് അപ്പോൾ സൊല്യൂബിലിറ്റി. ഈ വേറെ എന്തൊക്കെ ഫാക്ടറിനെ സൊല്യൂബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. നേച്ചർ ഓഫ് സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. കൂടാതെ ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് സൊല്യൂബിലിറ്റി മാറും. ഇപ്പോൾ ഒരു സൊല്യൂഷൻ്റെ സൊല്യൂബിലിറ്റി ഒരു സൊല്യൂട്ട് ഒരു സൊല്യൂഷനിൽ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ആവില്ലേ, എന്തോരം ഡിസോൾവ് ആവും, ടു ഹൗ മച്ച് എക്സ്റ്റെൻറ്റ് അത് ഡിസോൾവ് ആവും എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചർ പോളാറാണോ നോൺ പോളാറാണോ, അതാണ് നേച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് യൂഷ്വലി നമ്മൾ പറയാറുള്ള എക്സാമ്പിളാണ് സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ആവും. അതെന്തുകൊണ്ടാണ്? അത് രണ്ടും പോളാർ ആയതുകൊണ്ടാണ് ഡിസോൾവ് ആവുന്നത്. അപ്പോൾ ലൈക്ക് എന്നൊരു ഫാക്ടർ ഉണ്ട്. ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആവണമെങ്കിൽ അത് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് അത് ഡിസോൾവ് ആവുന്നത്. പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെൻസിലേ ഡിസോൾവ് ആവുള്ളൂ. നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെൻസിലേ ഡിസോൾവ് ആവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളായിട്ട് NaCl, ഷുഗർ, ഇതൊക്കെ പോളാർ സൊല്യൂട്ട്സുകളാണ്. പോളാർ സോൾവെൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിൽ നമ്മളിപ്പോൾ ഓയിൽ എടുത്ത് മിക്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓയിലും വാട്ടർ മിക്സ് ആവുമോ? ഇല്ല. പക്ഷെ സോൾട്ട് ഇട്ട് വാട്ടറിൽ മിക്സ് ആവും. അപ്പോൾ ഡിസോൾവ്സ് ലൈക്ക്. സോൾട്ട് പോളാറായത് കാരണം വാട്ടറും പോളാറായ കാരണം രണ്ടും ഡിസോൾവ് ആവും. പക്ഷേ ഓയിൽ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എക്സെപ്റ്റ് ആൽക്കഹോളൊക്കെ നമ്മൾ വാട്ടർ നോൺ പോളാർ സോൾവെൻ്റ് ആയ വാട്ടറിൽ ഡിസോൾവ് ആവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നോൺ പോളാർ സോൾവെൻസിൻ്റെ സൊല്യൂട്ട്സിൻ്റെ എക്സാമ്പിളാണ് നാഫ്തലീൻ, ആന്ത്രസീൻ. ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. അത് എന്തിലാണ് ഡിസോൾവ് ആവുക? നോൺ പോളാറായ ബെൻസീനിൽ ഡിസോൾവ് ആവും. ഓക്കെ, അപ്പോൾ സൊല്യൂബിലിറ്റീനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കി. ഇപ്പം നേരത്തെ പറഞ്ഞു ഡിസോൾവ്സ് ലൈക്ക്. അപ്പോൾ ഡിസോൾവ് ആവുമെന്ന് മനസ്സിലായി. പോളാർ സോൾവെൻസിൽ പോളാർ സൊല്യൂട്ട്സ് ഡിസോൾവ് ആവും. പക്ഷെ എന്തോരം എക്സ്റ്റെൻറ്റ് അതിനെ നമ്മൾ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ആണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ
മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്. ഇനിയും ആ സോൾവെൻറ്റിൽ നമ്മൾ സൊല്യൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്ത് പോകും. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് ഒരു ടീസ്പൂൺ മാത്രം സോൾട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡിസോൾവ് ആവും. ഇനിയും അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ആവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് അല്ല, അത് കംപ്ലീറ്റ്ലി അതിൻ്റെ കപ്പാസിറ്റി എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇനി സൊല്യൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ആവില്ല. നമ്മൾ കുറേ ഇട്ടിട്ട് ഡിസോൾവ് ആക്കി, പക്ഷേ ഇനി ഇടുമ്പോൾ അത് ഡിസോൾവ് ആവേണ്ട അടിയിൽ വന്ന് സെറ്റിലാവും. അപ്പോൾ അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റ്, അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്തിയെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയും. ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. ഓക്കെ, ഇനി അത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ആ സൊല്യൂഷനിൽ തന്നെ കൂടുതൽ സോൾട്ട് ഡിസോൾവ് ആവും. അപ്പോൾ അത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിപ്പെൻഡൻ്റ് ആണ് ഓരോ സൊല്യൂഷൻ്റെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ പ്രഷറൊക്കെ എങ്ങനെ സൊല്യൂബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോളിഡ്സ് ലിക്വിഡ്സിൽ ഡിസോൾവ് ആവുന്ന കണ്ടീഷനാണ്. ഓക്കെ, സോളിഡ്സ് ലിക്വിഡ്സിൽ ഡിസോൾവ് ആയിട്ട് ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ടാവുന്ന കണ്ടീഷൻസിൽ എങ്ങനെയാണ് പ്രഷറും ടെമ്പറേച്ചറും എഫക്റ്റ് ചെയ്യുന്നത് സൊല്യൂബിലിറ്റിനെ, സോളിഡിൻ്റെ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റീനെ എങ്ങനെ ടെമ്പറേച്ചറും പ്രഷറും എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടെമ്പറേച്ചേഴ്സ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇനി ഈ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുന്ന ആ പ്രോസസ്സ്, അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻഡോതെർമിക് ആണെങ്കിൽ, എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് നടക്കുന്ന റിയാക്ഷൻസിനെയാണ് എൻഡോതെർമിക് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോതെർമിക് ആണ് ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സൊല്യൂബിലിറ്റി കൂടും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എൻഡോതെർമിക് ആണെങ്കിൽ. അതിന് എക്സാമ്പിൾ ആണ് അമോണിയം ക്ലോറൈഡ്, NH4Cl ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അമോണിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബീക്കറിൻ്റെ സൈഡിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും. കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ കൂളറാവും സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പോൾ അതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ സൊല്യൂഷൻ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അമോണിയം ക്ലോറൈഡ് ആ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിസൊല്യൂഷൻ പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ, എക്സോതെർമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യാണ്, ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻസിനെയാണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസോൾവ് ചെയ്യുമ്പോൾ എക്സോതെർമിക് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, സൊല്യൂബിലിറ്റി കുറയും. എക്സാമ്പിളായിട്ട് NaOH പെല്ലറ്റ്സ്, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പെല്ലറ്റ്സ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ബീക്കറിന് ഹീറ്റാണ്, ചൂടായിട്ടുണ്ടാവും ബീക്കർ. അതെന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് NaOHൻ്റെ സൊല്യൂബിലിറ്റീനെ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് മനസ്സിലായല്ലോ. ഇനി പ്രഷർ എങ്ങനെ സോളിഡ്സ് ലിക്വിഡ്സിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നോക്കാം. പ്രഷർ യൂഷ്വലി ഡോണ്ട് ഹാവ് എനി സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ്. പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും പ്രഷറിനില്ല. കാരണം സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർട്ടി, ഡിസൊല്യൂഷൻ പ്രോസസ്സിൽ പ്രഷറിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇല്ല. ഗ്യാസസ് ലിക്വിഡ്സിൽ ഡിസോൾവ് ചെയ്യുന്ന കണ്ടീഷൻസിലാണ് പ്രഷറിന് എഫക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് സോളിഡ്സ് ലിക്വിഡ്സിൽ ഡിസോൾവ് ചെയ്യുന്ന കണ്ടീഷൻസിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രഷറിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്നാണ്. അപ്പോൾ രണ്ടിനും ഇവിടെ സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ഉണ്ട്. സോളിഡ്സിൻ്റെ പോലെ പ്രഷറിന് എഫക്റ്റ് ഇല്ലാതിരിക്കില്ല. ഗ്യാസസ് ലിക്വിഡ്സിൽ ഡിസോൾവ് ആകുമ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഈക്വലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് ടെമ്പറേച്ചർ എങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന കണ്ടീഷൻ എക്സോതെർമിക് ആണ്. സോളിഡ്സിൻ്റെ കേസിൽ എൻഡോതെർമിക് കേസും ഉണ്ട്, എക്സോതെർമിക്കും ഉണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് പക്ഷേ എക്സോതെർമിക് കണ്ടീഷനാണ്. അപ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ എന്തായിരിക്കും, നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്, ഹീറ്റ് എക്സോതെർമിക് പ്രോസസ്സിൽ ഹീറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സൊല്യൂബിലിറ്റി കുറയും. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഗ്യാസസിൻ്റെ കേസസിൽ നമ്മൾ ഹീറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സൊല്യൂബിലിറ്റി കുറയും. ഓക്കെ, ആ
പോയിന്റ്, ആ കണ്ടീഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലി ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലി ഷാറ്റ്ലേസ് പ്രിൻസിപ്പിളിൽ എന്നിട്ടാണ് പറയുന്നത്, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സിൽ ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അത് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ലി ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു കണ്ടീഷൻസിൽ നമ്മൾ അക്വാട്ടിക് ലൈഫ് കൺസിഡർ ചെയ്യാം. ഫിഷസ് ഒക്കെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നത് എങ്ങനെയുള്ള വെള്ളത്തിലാണ്? കോൾഡ് വാട്ടറിലാണ്. നമ്മൾ ഫിഷസ് അക്വേറിയത്തിലൊക്കെ ടെമ്പറേച്ചർ ലോവർ ആയിരിക്കും, നമ്മളുടെ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിനേക്കാളും ലോവർ ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഓക്സിജനൊക്കെ കൂടുതൽ ഡിസോൾവ് ആയിട്ടിരിക്കുക. ഓക്സിജൻ്റെ സൊല്യൂബിലിറ്റി കൂട്ടണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പോൾ കോൾഡ് വാട്ടറിലാണ് അക്വാട്ടിക് ലൈഫിന് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കുക. ബിക്കോസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ സൊല്യൂബിലിറ്റി വാട്ടറിൽ കൂടും, അപ്പോൾ ഓക്സിജൻ എമൗണ്ട് കൂടും. അപ്പോൾ അക്വാട്ടിക് ലൈഫിന് കൂടുതൽ ഈസിയർ ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് പ്രഷർ. നമ്മൾ ടെമ്പറേച്ചർ കണ്ടു, എഫക്റ്റ് ഓഫ് പ്രഷർ, എങ്ങനെ പ്രഷർ ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. അപ്പം നമ്മൾ ഒരു ലിക്വിഡിൽ അതിൻ്റെ മുകളിൽ ഗ്യാസ് ആണെന്ന് കരുതുക, പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഗ്യാസ് കൂടുതൽ ഈ സൊല്യൂഷനിൽ ഈ ലിക്വിഡിൽ സൊല്യൂബിളായിട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൊല്യൂബിലിറ്റി ഗ്യാസിൻ്റെ കൂടും. ഓക്കെ, അതിൽ വരുന്ന ഒരു ലോയാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയിൽ എന്നിട്ടാ പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ടൊരു ടെമ്പറേച്ചറിൽ, നമ്മൾ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുക, കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക. അങ്ങനെ ഒരു കണ്ടീഷനിൽ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ്, ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. പ്രഷർ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സൊല്യൂബിലിറ്റി കൂടും, ലിക്വിഡിലുള്ള ഗ്യാസിൻ്റെ എമൗണ്ട് കൂടും. എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദാറ്റ് സൊല്യൂഷൻ കൂടും. ഓക്കെ, അപ്പോൾ അത് പറയുന്ന ഒരു ലോയാണ് ഹെൻറീസ് ലോ. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ വേപ്പർ ഫേസിൽ കുറേ കമ്പോണൻറ്റുകൾ ഉണ്ടാവുമല്ലോ. ആ കമ്പോണൻറ്റ് ഓരോന്നിൻ്റെയും പ്രഷറിനെ നമ്മൾ പാർഷ്യൽ പ്രഷർ എന്നാണ് പറയാറ്. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ ഇൻ വേപ്പർ ഫേസിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷനിലുള്ള ആ ഗ്യാസിൻ്റെ കോമ്പോസിഷനെ നമ്മൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇവിടെ മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും വേപ്പർ ഫേസിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ. അതിന് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ പാർഷ്യൽ പ്രഷർ ഈസ് പ്രൊപ്പോർഷണാലിറ്റി, പാർഷ്യൽ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷനെ നമ്മൾ കൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പകരം KH കിട്ടും. KH എന്ന് പറയുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഹെൻറീസ് ലോവിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൻറീസ് ലോവിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഹെൻറീസ് ലോവിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ സോഡ വാട്ടർ അല്ലെങ്കിൽ കൊക്കക്കോളയിലൊക്കെ ബബിൾസ് ഫോം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ആ ഫിസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതിനകത്ത് ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്ത് പോകുമ്പോഴാണ് അങ്ങനെ ആ ബബിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സോഡ വാട്ടർ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ പ്രഷറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈ സൊല്യൂഷൻസിൽ ഡിസോൾവ് ആയി പോകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചില മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൻറീസ് ലോ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനാണ് സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടേഴ്സിൽ ഓക്സിജൻ മാത്രമല്ല നൈട്രജനും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവർ ഓഷ്യൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ ഹൈ പ്രഷറിൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജനും നൈട്രജനും ഒക്കെ ഡിസോൾവ് ആയിട്ട് പോകും.
പക്ഷേ ഇവർ മുകളിലോട്ട് വരുമ്പോൾ സർഫസിലോട്ട് വാട്ടറിൻ്റെ സർഫസിലേക്ക് വരുമ്പോൾ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ സൊല്യൂബിലിറ്റി ഗ്യാസസിൻ്റെ സൊല്യൂബിലിറ്റി ബ്ലഡിലുള്ള സൊല്യൂബിലിറ്റി കുറയും. അപ്പോൾ ഈ നൈട്രജൻ ഗ്യാസ് ഡിസോൾവ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസ് നമ്മുടെ കാപ്പിലറിയിലൊക്കെ ബ്ലഡ് വെസൽസിലൊക്കെ ബബിൾ പോലെ ഫോം ചെയ്യും. അത് ഡെത്ത് വരെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ സിലിണ്ടേഴ്സിൽ നൈട്രജൻ്റെ പ്രൊപ്പോർഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഹീലിയം 11.7% ഹീലിയം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് യൂസ് ചെയ്യണേ. ഓക്കെ, അതെന്ന് പറയുന്നത് അപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അങ്ങനൊരു ബെൻഡ് ആ കണ്ടീഷനാണ് മെഡിക്കൽ കണ്ടീഷൻ. സ്ക്യൂബ ഡൈവേഴ്സിന് ഉണ്ടാവുന്ന മെഡിക്കൽ കണ്ടീഷനെ പറയുന്നതാണ് ബെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെഷർ യൂസ് ചെയ്യുന്നത് ഹെൻറീസ് ലോയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഹയർ ആൾട്ടിറ്റ്യൂഡ് മലയുടെ മുകളിൽ അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ് ഒക്കെ ക്ലൈംബ് ചെയ്യുമ്പോൾ പ്രഷർ കുറഞ്ഞു വരും. ഓക്സിജൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി കുറഞ്ഞ ഒരു ഗ്യാസാണ്. അപ്പോൾ പ്രഷർ കുറയുന്തോടും സൊല്യൂബിലിറ്റി വീണ്ടും കുറയുക ചെയ്യുക. അപ്പോൾ ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ക്ലൈംബേഴ്സിനൊക്കെ ഒരു എക്സ്ഹോസ്റ്റിംഗ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഫീലിങ്ങിന് പറയുന്ന പേരാണ് അനോക്സിയ, ക്ലിയർലി അൺഎബിൾ ടു തിങ്ക് ക്ലിയർലി, ചിന്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഓക്സിജൻ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്ഷീണമൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലോയാണ് ഹെൻറീസ് ലോ. ഓക്കെ, ഇതൊക്കെയാണ് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ്. ഓക്കെ.